ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടിയതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അതിൽ എന്നാൽ പോലും പലർക്കും പല കാര്യങ്ങൾ വീണ്ടും അറിയണമെന്നുണ്ട്, അവർക്ക് ചില ഡൗട്ട്സുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡാഷ്ബോർഡ് നിങ്ങളെ കാണിക്കാമെന്ന് കരുതുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും എന്ന് ഞാൻ കരുതുകയാണ്. ഇത് എൻ്റെ കഴിഞ്ഞ 28 ദിവസത്തെ കാര്യങ്ങളാണ് ഈ വരുന്നത്. അതിൽ ഇപ്പം വ്യൂവേഴ്സ് കാര്യങ്ങൾ ഇപ്പം എൻ്റെ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ വൈറലായ പോസ്റ്റുകളാണ് കഴിഞ്ഞ 28 ദിവസത്തിനകത്ത്. 76,186 പേരോളം ഈ ഒരു ബാറ്റിന്റെ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നടന്മാരുടെ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ലോകകപ്പ് ഏറ്റവും കൂടുതൽ നേടിയ അവരുടെ ടീമുകളുടെ ലിസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. എക്കാലത്തെ മികച്ച ഓടിയ പ്ലേയേഴ്സിന്റെ. അപ്പൊ അതൊക്കെയാണ് ഈ വരുന്നത്. അതിനൊക്കെ കിട്ടുന്ന റീച്ചസ് ആണ് വരുന്നത്. ഇതെല്ലാം ഞാൻ ChatGPT യൂസ് ചെയ്തിട്ട് ചെയ്ത കണ്ടന്റ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ChatGPT-യോട് പറഞ്ഞാൽ അത് ChatGPT തന്നെ ഉണ്ടാക്കി തരും. ഇൻഫോഗ്രാഫിക്ക് ചോദിച്ചാൽ മതി, എന്തെങ്കിലും കാര്യം അടിച്ചിട്ട് അപ്പോൾ അത് തരും റിസൾട്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് കഴിഞ്ഞ ഇത്രയും വ്യൂവേഴ്സ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ നോൺ ഫോളോവേഴ്സ് ആണ് വന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ കണ്ടിട്ടും നമ്മുടെ ഫോളോവേഴ്സിനെക്കാളും കൂടുതലും നോൺ ഫോളോവേഴ്സ് ആണ്. ഇവരൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ നമ്മൾ വലിയ ഇതിലേക്ക് മാറും. അപ്പം ആ ഒരു 28 ദിവസത്തിനിടയ്ക്ക് നമുക്ക് കിട്ടിയ ഏണിങ്സ് അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്നും കൂടി കാണിച്ചു തരാം. ഇതിപ്പം നമുക്ക് അഫിലിയേറ്റ് പാർട്ണർഷിപ്പ് എന്നും പറഞ്ഞൊരു ഇത് കൂടിയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിന്ത്ര, അതേപോലെ തന്നെ മറ്റ് ഫ്ലിപ്കാർട്ട്, നിന്നൊക്കെയുള്ള പ്രോഡക്റ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതുവഴി കമ്മീഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്നൊന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, ആരും ഇതിനകത്ത് പർച്ചേസ് ചെയ്യാറില്ല. ആരെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്താലേ എനിക്ക് കിട്ടത്തുള്ളൂ. പിന്നെ എന്റെ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യണം. ഞാൻ ഈ ഓരോ പോസ്റ്റിന്റെ അടിയിലായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ അപ്പൊ കഴിഞ്ഞ എനിക്ക് കിട്ടിയ 28 ദിവസത്തിനിടയ്ക്ക് കിട്ടിയ ഡോളേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. എക്സ്ട്രാ ബോണസിലൂടെ മാത്രം എനിക്ക് $40 കിട്ടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എക്സ്ട്രാ ബോണസ് ആണ് നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നത്. 2 എക്സ്ട്രാ ബോണസ് ഞാൻ 2 ആഴ്ചയിൽ വിൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ $40 അങ്ങനെ തന്നെ കിട്ടിയത്. അതേപോലെ തന്നെ എൻ്റെ പല പോസ്റ്റുകളും നല്ല റീച്ചിലേക്ക് എത്തി. അതിൽ നിന്ന് മാത്രം എന്ന് പറഞ്ഞാൽ ഫോട്ടോകളാണ്, വീഡിയോസ് അല്ല, ഫോട്ടോകൾ നല്ല റീച്ചിലേക്ക് എത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ $18.10 എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ സ്റ്റോറീസിൽ നിന്ന് ചെറിയ വരുമാനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ റീലൊക്കെ ഇട്ടിരുന്നു. അപ്പൊ അതിൻ്റെ അകത്തുള്ള വരുമാനമാണ് ഈ കാണുന്നത്. പിന്നെ ടെക്സ്റ്റ് വെച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനും ചെറിയൊരു ഏണിംഗ് കിട്ടി. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്നും ഒരു വരുമാനമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ 28 ദിവസത്തിലേക്ക് ടോപ്പ് കണ്ടന്റ്സ് ഞാൻ ഷെയർ ചെയ്തത് ഇതൊക്കെയാണ്. ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം എനിക്ക് ഉണ്ടായത്. $1.18, $1.4, ഇതൊക്കെ ഒരു ഫോട്ടോയ്ക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ $0.84, ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് ചെയ്തിടുന്ന ഫോട്ടോകൾക്ക് കിട്ടുന്നതാണ്. ഇത് പക്ഷെ ഇത് നമ്മുടെ വാളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. അവിടെ നിന്ന് നമ്മളിത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണ അനുസരിച്ചാണ് നമുക്ക് കൂടുതലും ഇത് കിട്ടിയിട്ടുള്ളത്. ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള റെസ്പോൺസ് വഴിയാണ് നമുക്ക് കൂടുതലും ഇത്തരത്തിലുള്ള ഏണിങ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എൻഗേജ്മെന്റ്സ്, അതും നോൺ ഫോളോവേഴ്സിന്റെ ഒക്കെ തന്നെയാണ് കൂടുതലും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓഡിയൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22% വുമണും 78% മെൻസും ആണ് വരുന്നത്. അത് പല കൺട്രീസിൽ നിന്ന് വരുന്നുണ്ട്. അതിന്റെ ഒരു ഇതാണ് ഈ വരുന്നത്. 86% നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്. പൊതുവെ അങ്ങനെ തന്നെ ആയിരിക്കും. വിദേശത്തെ രീതിക്ക് കാണുമെങ്കിൽ അതിനനുസരിച്ച് കണ്ടക്ട് ചെയ്താൽ മാത്രമേ വിദേശത്തെ ആൾക്കാർ കൂടുതൽ കാണുള്ളൂ. നമ്മൾ പൊതുവെ ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളാണ് കൂടുതലും ചെയ്യുന്നതുകൊണ്ട് അത് വ്യൂവേഴ്സ് നമുക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ തന്നെയുള്ള 86% ഇന്ത്യൻ ആയിട്ട് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഏകദേശം നമ്മളുടെ ഈ ഒരു ഡീറ്റെയിൽ. പിന്നെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ മാസം കിട്ടിയ ഒരു എമൗണ്ട് അതുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത്
അത് $65.23 ആക്ച്വലി കിട്ടിയത്. ഇതാണ് ഒരു ഡീറ്റെയിൽ. $65.29 നമുക്ക് പേ ഔട്ട് ആയിട്ട് കിട്ടിയത്. 22-ാം തീയതി പേ ഔട്ടായി. 22-ാം തീയതി പേയ്പാലിൽ വന്നു. 23-ാം തീയതി തന്നെ എനിക്കത് പേ ഔട്ടായിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് കിട്ടി. പിന്നെ ഓരോ മാസത്തിലും കിട്ടിയതാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്തത് 45.71. ഈ മാസം എനിക്ക് 15 പോയിന്റ് സംതിങ് ഉണ്ട്. അത് ഈ 45.71 എന്ന് പറയുന്നത് ഞാൻ എക്സ്ട്രാ ബോണസ് ഏൺ ചെയ്തുകൊണ്ടാണ്. ഈ മാസം എനിക്ക് 15 സംതിങ് ഉണ്ട്. അത് എക്സ്ട്രാ ബോണസ് ഒന്നും ഇല്ലാതെ തന്നെ കിട്ടിയതാണ്. പിന്നെ 16 സംതിങ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മെയ് മാസം കിട്ടിയത്, അതേപോലെ ഏപ്രിൽ മാസം, ഇതൊക്കെ ഞാൻ ആക്റ്റീവ് അല്ലാത്ത മന്തൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. $0.08, $1 ഇതൊക്കെ ഒരു 1ന് മുകളിൽ കിട്ടിയിരിക്കുന്ന മന്ത്സ് ഒക്കെ ഞാൻ അത്യാവശ്യം ആക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾക്കും നേടാവുന്നതാണ്. നിങ്ങൾക്കും നല്ലൊരു ഏണിങ്സ് കളക്ട് ചെയ്യാൻ സാധിക്കും ഫേസ്ബുക്കിൽ നിന്ന്. മോണിറ്റൈസേഷൻ അധികം താമസിക്കാതെ തന്നെ എല്ലാവർക്കും ഇന്നേബിൾ ആവും. അപ്പം എല്ലാവരും ഇതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കുക. മാക്സിമം 3 മാസം വരെ ഒന്ന് പരിശ്രമിച്ചാൽ അതിന്റെ അകത്ത് മോണിറ്റൈസേഷൻ എല്ലാവർക്കും കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കിട്ടിയത്. ആക്റ്റീവായിട്ട് ഇരിക്കുക, ഡെയിലി ഒരു 3-4-5 പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുക. അധികം താമസിയാതെ തന്നെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ്സുകൾ അനുസരിച്ചിരിക്കും നമുക്ക് വരുന്ന പേ ഔട്ട്. ഇതൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ, ഇതിലാർക്കും ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.